ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന് കിട്ടിയതൊന്നും പോരാ എന്നാണ് ബിജേട്ടാ തോന്നുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ പുതിയ താരിഫ് അടിച്ചു തരും എന്നാണ് പറയുന്നത്. അരിക്ക് താരിഫ് ഏർപ്പെടുത്തും എന്നാണ് ഡൊണാൾഡ് ട്രംപ് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മുതൽ ഇന്ത്യയുടെ അരി അതിന് ഞങ്ങൾ അതിഭീകരമായിട്ടുള്ള താരിഫ് ഏർപ്പെടുത്താൻ പോകണം, ഇന്ത്യ ഇതിൽ തകർന്നോളും എന്നും ഡൊണാൾഡ് ട്രംപ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഈ അരിക്ക് താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ഇന്ത്യ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം ഇന്ത്യ ഒന്നുമില്ലാത്ത സമയത്ത് 1964 ചൈന ഇന്ത്യയും യുദ്ധം നടക്കുന്ന സമയത്ത് നമുക്ക് ഗോതമ്പ് തരില്ല എന്ന് അമേരിക്ക പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രി എപ്പോഴും നമ്മൾ പറയുന്നത്, തന്നില്ലെങ്കിൽ വേണ്ട, ജനങ്ങൾ പട്ടിണി കിടക്കും എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഇന്ത്യൻ ജനതയുടെ ഒരു കഴിവെന്ന് പറയുന്നത്. അങ്ങനെ പട്ടിണി കിടന്ന് ആ ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് ഇതിന് തുടക്കം ഇട്ടത്. അറിയാമല്ലോ, ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ കഴിച്ചു കാണിച്ചു തരാന്ന് പറഞ്ഞ് കഴിച്ചു. അദ്ദേഹമാണ് നമുക്ക് ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള മുദ്രാവാക്യം തരുന്നത്. അതെ 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 അദ്ദേഹമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞ ആ ഒരു മൂവ്മെന്റ്. അതിനുശേഷം അത് ജയ് ജവാൻ ജയ് കിസാനായി. ഇപ്പം നമ്മൾ സ്വയം പര്യാപ്തം, ഇപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് അരി കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറ്റി അയക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറി. ആ നമ്മളെടുത്താണ് ഈ ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അരിക്ക് താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന കേസാണോ? എന്താ തോന്നുന്നത്? ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡൊണാൾഡ് ട്രംപ് വാർത്തകളിൽ നിറയുന്നു. നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു മാസമായെന്ന് തോന്നുന്നു അല്ലെ ട്രംപിന്റെ പേര് പറഞ്ഞിട്ട്. മറ്റു പല വിഷയങ്ങളുമായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും അദ്ദേഹം ഇന്നലെ ലൂസിയാനയിൽ നടന്ന ഒരു മീറ്റിംഗിൽ അദ്ദേഹം ഈ കർഷകരുമായിട്ടുള്ള സംവേദിക്കുകയായിരുന്നു. അപ്പൊ കർഷകർക്ക് ഒരു പാക്കേജ് ഒക്കെ പ്രഖ്യാപിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങളെ ദ്രോഹിക്കുന്നവരുടെ പേര് പറയൂ, ആരൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് ചോദിച്ചപ്പോൾ അവിടെ കൂടി ഇരുന്ന ചില ആളുകൾ അവർ പറഞ്ഞു, ഇന്ത്യ, ചൈന, തായ്ലൻഡ്, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ കുറഞ്ഞ പൈസയ്ക്ക് ഉള്ള അരി നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി അയക്കുന്നത് മൂലം നമ്മുടെ ഇവിടെയുള്ള ഉൽപാദനത്തിന് നഷ്ടം നേരിടുകയാണ്, ഭയങ്കര നഷ്ടമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ട്രംപ് പറഞ്ഞ മറുപടി, ഇന്ത്യയുടെ കാര്യം എനിക്കറിയാം, അതവിടെ നിൽക്കട്ടെ, പിന്നെ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, ചൈനയുണ്ട്, തായ്ലാൻഡുണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഇവരുടെയൊക്കെ കുറഞ്ഞ റേറ്റിനുള്ള അരി ആയതുകൊണ്ട് ആളുകൾ അത് വാങ്ങുന്നു, അത് നമുക്ക് ബാധിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ ഇതിനൊക്കെ താരിഫ് ഏർപ്പെടുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ഇതോടൊപ്പം തന്നെ അമേരിക്കയിലുള്ള ചില മാധ്യമങ്ങൾ 5% താരിഫ് ഇന്ത്യക്കുടൻ അടിച്ചു കൊടുക്കും ഈ അരിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഇതിനെ ഒരു വിരട്ടലായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ വ്യാപാര കരാറിന്റെ ചർച്ചകൾക്കും മറ്റുമായിട്ട് ഒരു മാസത്തെ അനിശ്ചിതാവസ്ഥയ്ക്ക് ശേഷം, ഒരു മാസമായിട്ട് ഒരു അനക്കവും ഇല്ലായിരുന്നു, ശേഷം അമേരിക്കൻ സംഘം ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അതായത് US അണ്ടർ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ പൊളിറ്റിക്കൽ അഫയേഴ്സിന്റെ തലവൻ അലിസൺ ഹൂക്കർ അടക്കമുള്ളവർ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. അവർ വന്നിരിക്കുന്നത് വ്യാപാര കരാർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കും മറ്റുമാണ് വന്നത്. ഇതൊരു പ്രഷറായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു സമ്മർദ്ദം. അപ്പൊ അവരവിടെ ഉണ്ട്. ഇപ്പൊ ഇവര് ചർച്ച നടത്താൻ പോകുന്നതിന് മുമ്പ് ഒരു വെരിഫിക്കേഷൻ ഉണ്ടല്ലോ, ട്രംപിന്റെ ഒരു സ്റ്റൈലാണ്, അതായത് ട്രംപ് സ്റ്റൈൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലയിടത്തും പുള്ളി ഇതാണ്, സെലൻസ്കിയെ വിളിച്ചിരുന്നിട്ട് ഒപ്പിടൂ എന്ന് പുള്ളി ഇങ്ങനെ അലറിപ്പറയും. അതിന്റെ ഒരു സ്റ്റൈലാണ്, അത് പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അമേരിക്ക എക്കാലം അത് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ്, പ്രഷറൈസ് ചെയ്യുക. അവർ പലയിടത്തും അതുണ്ട്. ഇതിന്റെ മറുപടിയാണ് പുടിൻ കുറച്ചു ദിവസം മുമ്പ് ഇന്ത്യ വന്ന് കൊടുത്തത്, സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ആളല്ല മോദി എന്ന്. അപ്പൊ വിരട്ടൊരു വഴിക്ക് കിടക്കും ഇത്. അപ്പൊ ഒരു വെരിഫിക്കേഷനാണ്, നിങ്ങളുടെ മറ്റുള്ളതിനും കൂടെ ഞങ്ങൾ താരിഫ് അടിക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇപ്പം ഈ വ്യാപാര കരാറിൽ നമുക്ക് അനുകൂലമായിട്ടൊക്കെ നിങ്ങൾ ഒപ്പിടണം എന്നുള്ളത്. പക്ഷെ ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങളിലാണേലും അമേരിക്ക പെട്ടുകിടക്കുക. കാരണം ഈ ചോളവും സോയാബീനും ഒന്നും ഇപ്പൊ ചൈന ഇറക്കുമതി ചെയ്യുന്നില്ല അമേരിക്കയിലേക്ക്. അപ്പം ഇതും അവരെ ചൊടിപ്പിക്കുന്നുണ്ട്. കാരണം കർഷകർ വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് അമേരിക്കയിൽ അനുഭവിക്കുന്നുണ്ട്. ഇതിനൊരു പരിഹാരം കാണും. ഇവിടെ രണ്ട് കാര്യമാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇതിപ്പോൾ ഈ വ്യാപാര കരാർ ഒരു പക്ഷേ സാധ്യമായേക്കും, ഒപ്പിടാൻ സാധ്യതകളുണ്ട്. ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ ട്രംപിന്റെ ആരാധകരും പറയുന്നത് അറിയാവോ, എന്റെ വിരട്ടേറ്റു, ഞാൻ താരിഫ് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ മോദിയും കൂട്ടരും വരണ്ടു, അപ്പൊ തന്നെ ഒപ്പിട്ടു. അത് ട്രംപിന്റെ ഒരു സ്റ്റൈലാണത്. കാരണം പുള്ളി ഒരു വീരശൂരനാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇല്ല എങ്കിൽ ഇത് ഒപ്പിടുന്നതിന് മുമ്പ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രസ്താവനയെ ഒരു പ്രഷറായിട്ടാണ് കാണുന്നത്. അയ്യോ, അവർ താരിഫ് പ്രഖ്യാപിക്കുമല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇവർ പറയുന്നിടത്തൊക്കെ ഒപ്പിടണമല്ലോ. രണ്ട് രീതിയിലുമുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും, അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ കരിയർ പരിശോധിച്ചു കഴിഞ്ഞാൽ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ അമേരിക്കൻ പ്രസിഡന്റുമാരെല്ലാം എപ്പോഴും
ഈ വീരത്വം അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു 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 വീരപരിവേഷം അണിയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതിലെ യുദ്ധക്കൊതിയന്മാരും യുദ്ധപ്രഭുക്കളും മറ്റും ഉണ്ടായിരുന്നു. ജോർജ് ബുഷിനെ പോലെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒബാമയെ കണക്കുള്ളവരൊക്കെ ഉള്ളു. അതിൽ നിന്നൊക്കെ ഒരു ചെറിയ ഒരു ഒരു മാറ്റം വന്നു. എന്നാലും ഇവരുടെ ഒരു കരിയറിൽ ഇവർക്കൊരു ഒരു എന്താണ് ഒരു അപ്പർ ഹാൻഡ് നൽകുന്ന ഒരു യുദ്ധമോ എന്തെങ്കിലും ഒന്ന് ഉണ്ടാകും. കാരണം അങ്ങനെയാണ് ഇവർ ഇവരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ അങ്ങനെയാണ് ഇവരുടെ ഒരു ചരിത്രം. എല്ലാവരും അതിനു വേണ്ടിയിട്ട് തന്നെ ഇല്ലെങ്കിൽ വലിയൊരു നിയമം കൊണ്ടുവരും, വലിയൊരു പൊളിച്ചെഴുത്ത് നടത്തുക, ഇതൊക്കെയാണ് ഇവരുടെ ഒരു ഇത്. ഇപ്പൊ ട്രംപ് വന്ന് ഇത്രയും കാലമായിട്ട് പ്രത്യേകിച്ച് പൊളിച്ചെഴുത്തൊന്നും നടത്തിയില്ല, പകരം പൊളിച്ചടുക്കലാണ് പലതും നടത്തിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ അദ്ദേഹം വന്നതിന് ശേഷം യുദ്ധം കാര്യമായിട്ടെങ്കിലും അമേരിക്ക പോയി ഇടപെട്ട് നടത്തിയില്ല. ആകെ ഒരു പറയാനുള്ളത് നമ്മുടെ ഇറാന്റെ മുകളിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അവരുടെ നശിച്ചു കിടന്നതൊക്കെ ഗോഡൌണിന്റെ മുകളിൽ കൊണ്ട് ബോംബിട്ടു എന്നുള്ളത് കവിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ 45 ദിവസം മുമ്പ്, 1.5 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം, അത് മറ്റേ നോബൽ പ്രൈസിന് പറയാൻ നടക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കംബോഡിയയും തായ്ലൻഡും ഞാൻ പറഞ്ഞത് മൂലം വെടിനിർത്തൽ കഴിഞ്ഞു, അവർ സമാധാനത്തിൽ പോയി, ഞാൻ അവർക്കൊക്കെ ഇഷ്ടം പോലെ വ്യാപാരം കൊടുത്തു, എല്ലാം ഓക്കെ ആയി. കാരണം ഇതിനകത്ത് കംബോഡിയയുടെയും എങ്ങാണ്ട് പിന്നെ ഭരണാധികാരി ഇദ്ദേഹത്തിന് പരസ്യമായിട്ട് പറഞ്ഞു ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. മിനിഞ്ഞാന്നൊരു വാർത്ത വന്നായിരുന്നു, നമ്മൾ കണ്ടത്, നമ്മുടെ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അത് കൊടുത്തതുമാണ്. പൊരിഞ്ഞടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കംബോഡിയയിലും തായ്ലൻഡിലും, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യോമാക്രമണം അടിയ. അതിനകത്ത് എന്തായാലും കാര്യം എന്ന് വെച്ചാൽ ഇവർ ചൈനയും റഷ്യ ഒഴിവാക്കിക്കൊണ്ട് ഈ കംബോഡിയക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ചൈനയാണ് ഇവർക്ക് ബാക്കപ്പ് ചെയ്യുന്നത്, 1. 2 റഷ്യൻ ആയുധങ്ങളാണ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത്. മറ്റവരുടെ നില ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. അപ്പം ഇവരില്ലാതെ എങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്? പുള്ളി അങ്ങനൊന്നുമില്ല, പുള്ളി ഇവരെ വിളിച്ചിരുന്നിട്ട് ഒപ്പിടിയിരിക്കുന്നു, ഓക്കെ അടിക്കുന്നു. മറ്റേ അർമേനിയ അസർബൈജാനും അതേപോലെയാണ്, ഇപ്പൊ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവിടെ പണി. ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധം പിന്നെ തൊമ്മന ചെയ്യുമ്പോൾ ചാണ്ടി മുറുകുന്നു എന്ന് പറഞ്ഞ കണക്കാണ് പുടിന്റെ സെലൻസ്കിയുടെ അവസ്ഥ. ഒന്ന് പുടിൻ അയഞ്ഞു കൊടുക്കുമ്പോഴത്തേനും സെലൻസ്കി കയറി മുറുകും, സെലൻസ്കി മുറുകുമ്പോൾ പുടിൻ അയയും. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഈ കാർഷിക മേഖല, അമേരിക്കയുടെ കാർഷിക മേഖല ആയി കഴിഞ്ഞാൽ തന്നെ ഈ ചോളവും സോയാബീനും ചൈന ഇറക്കുമതി നിർത്തിയതോടുകൂടി തന്നെ പെട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ കർഷകരെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ കടമയായിട്ട് ട്രംപ് മാറ്റുന്നു. അതായത് ട്രംപിന്റെ എക്കാലത്തെയും മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കാലിൽ നിൽക്കാൻ അമേരിക്കയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണല്ലോ. അതായത് സ്വയം പര്യാപ്തരാകുക, അതായത് ഇവിടെ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിക്കുക, ഇവിടെ തന്നെ നമ്മളൊരു ശക്തിയാകുക, നമുക്കിനി പുറത്തുനിന്നൊന്നും വാങ്ങി ഉപയോഗിക്കേണ്ട എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക വളർത്തിക്കൊണ്ടുവരാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡ്. നല്ല കാര്യമാണ്, അങ്ങനെ വേണം, ഓരോ ഭരണാധികാരിയും അങ്ങനെ ചിന്തിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേക്ക് ഇൻ ഇന്ത്യയും അതുപോലെ തന്നെ മേഡ് ഇൻ ഇന്ത്യയും ഒക്കെ കൊണ്ടുവന്നു. അപ്പം ആത്മനിർഭർ ഭാരതം ഒക്കെ കൊണ്ടുവന്നത് അതിനുവേണ്ടി തന്നെയായിരുന്നു. പക്ഷെ അതേപോലത്തെ ഒരു സിസ്റ്റം അമേരിക്ക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത്, അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ താരിഫുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരിക്ക് താരിഫ്, ആ താരിഫ്, ഈ താരിഫ് എന്ന് പറയുന്നു. അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അതിനകത്ത്, അത് അരിയുടെ താരിഫ് ചുമത്തിക്കൊണ്ട് ഇപ്പൊ ഈ ചോളവും സോയാബീനും വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്യണം. ഇവിടെ ഇന്ത്യ എക്കാലവും പറഞ്ഞിട്ടുണ്ട്, കാർഷിക മേഖലയും പാലുൽപാദന മേഖലയിലും ലോക രാജ്യങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന ഒരു ശതമാനമുണ്ട്. അങ്ങനെ നമുക്ക് ഇത് എല്ലാ രാജ്യങ്ങൾക്കും നമ്മൾ അനുവദിച്ചപ്പോൾ നമ്മുടെ ക്ഷീരമേഖല ആയാലും കാർഷിക മേഖല ആയാലും നമുക്ക് മറ്റ് രാജ്യങ്ങൾക്കും കൂടെ ഇത്ര ശതമാനം നമ്മൾ അനുവദിക്കാറുണ്ട്. കാരണം ആഗോള വ്യാപാര കരാറ് ശ്രീമാൻ നരസിംഹറാവുവിന്റെ കാലത്താണ് ഇന്ത്യ ഒപ്പിടുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഈ സാധനങ്ങൾ കൈമാറ്റം ചെയ്തേ പറ്റൂ, ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്തേ പറ്റൂ, എല്ലാവർക്കും എല്ലാം. പിന്നെ ഇത് കുറവുള്ളവരാണ് കൂടുതൽ നമ്മുടെ ഇന്ന് വാങ്ങുന്നത്. അതായത് ഇപ്പം നമുക്കിപ്പോൾ പാലുൽപ്പന്നങ്ങൾ കൂടുതലാണ് എന്ന് ആണെങ്കിൽ പോലും ഇവിടുത്തെ വിപണി വിഹിതത്തിന്റെ ഒരു ശതമാനം, അതിന്റെ ഒരു ശതമാനക്കണക്കുണ്ട്. ആ ശതമാനക്കണക്കിന്റെ ഒരു ഭാഗം മറ്റുള്ള രാജ്യങ്ങളുടെ പാൽ വിപണിക്ക് വേണ്ടി നമ്മൾ തുറന്നു കൊടുക്കണം എന്നുള്ളതാണ് നിയമം. നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ് പല രാജ്യത്തേക്കും കയറ്റുമതി ചെയ്യുന്നത്. അതുകൂടാതെ ഈ പാൽ ഒട്ടുമില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് നമ്മുടെ പാല് കൂടുതലിട്ട് കയറിപ്പോകുന്നത്. ഇതുപോലെ തന്നെ പച്ചക്കറി ആയാലും മറ്റു കാര്യങ്ങളായാലും ഒക്കെ. അപ്പം നമ്മൾ പറഞ്ഞു, ശരി, മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നതിന്റെ പരിഗണനയേക്കാൾ അല്പം ശതമാനം കൂട്ടിത്തരാം. ശതമാനത്തിൽ വ്യത്യാസമുണ്ട്. ഇപ്പോ നമ്മളിപ്പോൾ ഇറാൻ അല്ലെങ്കിൽ പിന്നെന്താണ് സൗദിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് 1% നിങ്ങൾക്ക് ഞങ്ങൾ 2% തരാം. അത് ശതമാനത്തിൽ കൂടുതലുണ്ട്. ഇത് പറഞ്ഞു. പക്ഷെ ഇത് പോരാ. ഇവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 50% വിപണി വിഹിതം വേണം. അങ്ങനെ 50% കൊടുത്തു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള പശുവിന്റെ കർഷകർ അല്ലെങ്കിൽ ക്ഷീര കർഷകർ എന്ത് ചെയ്യും? ഈ രാജ്യത്തെ 80% കർഷകരും ക്ഷീര കർഷകരാണ്. പാലുൽപാദനത്തിൽ ഒരു വർഷം 9 ലക്ഷം കോടി രൂപയുടെ ഇൻകമാണ് നമുക്ക് അവർ നേടിത്തരുന്നത്. അത് അവരെന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അത് തുറന്ന് അതൊരു അപ്രാപ്യമായ കാര്യമാണ്. മറ്റൊന്ന് ചോളവും സോയാബീനുമാണ്. അതും ഇത് തന്നെയാണ് നമ്മുടെ നിലപാട്.
എല്ലാവർക്കും കൊടുക്കുന്ന വിപണി നിങ്ങൾക്കും തുറന്നു വരും. അപ്പൊ അത് പോരാ, ഇവർക്ക് ഇതെല്ലാം സീറോ താരിഫിൽ നമ്മൾ എടുക്കണം, എന്നിട്ട് നമ്മൾ ഇത് വിതരണം ചെയ്യണം. എന്തോ ഒരു തലകടിയാണെന്ന് ആലോചിച്ച് നോക്കി. കാരണം ഇത് രണ്ട് കാര്യമുണ്ട് ധനുഷനകത്ത്. ഇങ്ങനെ ഒരു എഗ്രിമെന്റിൽ നരേന്ദ്രമോദി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു വലിയ സമരത്തിന്റെ വേലിയേറ്റം തന്നെയായിരിക്കും. കർഷകരെ വഞ്ചിക്കുന്ന നിയമമാണ്. മോദി അത് ഒരിക്കലും ചെയ്യാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം വന്നിട്ട് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്ന മേഖല കാർഷികവും ക്ഷീരകർഷകരുടെ കാര്യവുമാണ്. കാരണം അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ പരുവത്തിലേക്ക്, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ അരിയുടെ കാര്യം, നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തി. അതിപ്പം നരേന്ദ്രമോദി മാത്രം വിചാരിച്ചിട്ട് എത്തിയ കാര്യമല്ല, അതിന് മുൻപുള്ള സർക്കാരുകൾ ചെയ്ത് വെച്ചതും കൂടെ അതിനകത്ത് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം വന്ന് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്തിരിക്കുമ്പോൾ അതിനെ തകടം മറിക്കാൻ മോദി എന്തായാലും ശ്രമിക്കുമെന്ന് കരുതാൻ കഴിയില്ല. ഏതായാലും ഇതിനെ ഒരു ഭയപ്പെടുത്തലായിട്ടാണ്, ഭയപ്പെടുത്തുക, കീഴ്പ്പെടുത്തുക എന്ന സുഡാപ്പി നയമാണ് ഇപ്പോൾ ശ്രീമാൻ ട്രംപ് മുൻപോട്ട് വെക്കുന്നത്. ഒന്ന് വരട്ടുകയാണ്. ഇനി അഥവാ ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഒപ്പിടാൻ സാധ്യതയുണ്ട്, ഒപ്പിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ ഇരുന്ന് നമ്മുടെ ട്രംപ് ഭക്തര് പറയും ട്രംപ് വരട്ടി അതോടുകൂടി മോദി മുട്ടിലെഴഞ്ഞിട്ട് ഒപ്പിട്ടു എന്നുള്ളത്. അങ്ങനൊന്നുമല്ല. ഇന്ത്യയുടേതായ നിലപാടും കാര്യങ്ങളും പറഞ്ഞിട്ട് തന്നെ ആയിരിക്കും കരാർ ഒപ്പിടുന്നത്. ലോക വ്യാപാര കരാറാണ്, എല്ലാവരുമായിട്ട് ഒപ്പിടും. അതല്ല പ്രഷറൈസ് ചെയ്ത് പറ്റില്ല. അങ്ങനെ പ്രഷറൈസ് ചെയ്ത് പറ്റുമായിരുന്നെങ്കിൽ പുടിൻ ഈ രാജ്യത്ത് വരില്ലായിരുന്നു. ഇന്ത്യ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയേനെ. ട്രംപിനെ കാല് പിടിക്കാണ്ട് ഇവിടുന്ന് പലപ്പോഴായിട്ട് പല സംഘങ്ങൾ പോയേനെ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരു ഡീലും സംസാരമൊന്നും തന്നെ ഇല്ല. പിന്നെ കുറഞ്ഞ പക്ഷം ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയതിന് ഒരു പ്രധാന പങ്ക് ട്രംപ് വഹിച്ചു എന്നെങ്കിലും പറയാമായിരുന്നു. ഇതും പറഞ്ഞില്ല. അപ്പൊ ഇതൊന്നും ഇല്ലാത്തടത്തോളം കാലം പിന്നെ ഇനി അങ്ങനെ താരിഫ് ചുമത്തിയാലും ചുമത്തിയില്ലല്ലോ ഒക്കെ ഒന്നുമില്ല. ഇതുകൊണ്ട് പറഞ്ഞത് മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. രണ്ട് രീതിയിലാണ്. ഒന്ന്, അവരുടെ സംഘം ഇവിടെ ഉണ്ട്, ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു വരട്ടല്, അതിൽ വീഴത്തില്ലെന്ന് ട്രംപിന് നന്നായി അറിയാം. ഇനി ഒപ്പിട്ട് കഴിഞ്ഞാൽ പറയും ഞാൻ വരട്ടി, അതോടുകൂടി അവരത് ഒപ്പിട്ടു എന്ന് പറയും. അതാണ് തോന്നുന്നു. ചിലപ്പോൾ ഒരു പക്ഷെ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും ഞാനതൊരു പൂർണ്ണമായ കരാറിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോഴും ഞാനതൊരു കരട് കരാറിലേക്ക് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് പൂർണ്ണതയിലേക്ക് എത്താൻ സാധ്യത വളരെ കുറവാണ്. കാരണം അമേരിക്കയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ സീറോ താരിഫിൽ വേണം, നിങ്ങൾക്ക് ഞങ്ങൾ താരിഫ് അടിച്ചു തരും, ഞങ്ങളുടെ നില നിങ്ങൾ സീറോ താരിഫിൽ വേണം. സായിപ്പിന്റെ പഴയ കോളനി വാഴ്ചക്കാലമാണ് പുള്ളിക്ക് ഓർമ്മ വരുന്നത് തോന്നുന്നു. ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാലുൽപ്പന്നം കർഷക വിപണിയൊക്കെ തരണം, നിങ്ങളുടെ കർഷകർ പോയി തൂങ്ങിച്ചാകാൻ പറയണം എന്നൊക്കെ ഉള്ള ഡിമാൻഡുകളാണ്. അതൊന്നും ഇല്ല ഇപ്പം. അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. പകരം നമ്മൾ ഇതിന്റെ ഒരു കോമ്പൻസേറ്റീവ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ ഓയിൽ ഇറക്കുമതിയും ഒപ്പം തന്നെ ആയുധ വിപണിയിൽ കുറച്ച് കൂടുതൽ ആയുധങ്ങളും വാങ്ങും. പൈസ കിട്ടിയാൽ മതിയല്ലോ. അതിപ്പം അവിടുത്തെ നോൺ വെജ് കഴിക്കുന്ന പശുവിന്റെ പാല് തന്നെ നമ്മളെ കുടിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ.